നമുക്കറിയാം വെറ്റിനറി സീറ്റ്സിൻ്റെ മെജോറിറ്റി സീറ്റ്സും ഫില്ല് ചെയ്യുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നപ്പോൾ ഓരോ കാറ്റഗറി സീറ്റ്സിന് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അറൗണ്ട് ഒരു കട്ട് ഓഫ്. VCI കട്ട് ഓഫ്, ഓൾ ഇന്ത്യ കട്ട് ഓഫ് എന്ന് പറയാം വെറ്റിനറി സംബന്ധിച്ച്. ഫസ്റ്റ് നമ്മൾ ഗവൺമെൻറ് സീറ്റ്സിനെ പറ്റി മാത്രം പറയുവാണെങ്കിൽ കേരള അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ 15%, ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ ഗവൺമെൻറ് കോളേജിൽ 15% ഫില്ല് ചെയ്യുന്നത് VCI ആണ്. അതെ. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ അവർ നടത്തുന്ന അലോട്ട്മെൻറ്റിലാണ്. അതിൻ്റെ ഒരു കട്ട് ഓഫ് ഏകദേശം ഒരു 35K ഒക്കെയാണ്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് ഓൾ ഇന്ത്യ 35K എങ്കിലും ഉള്ളവർക്കാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നത് അല്ലേ? അതെ, എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സീറ്റും ഉണ്ടല്ലോ, കുറച്ച് അല്ലാത്ത സീറ്റ്സും ഉണ്ടല്ലോ VCI കൗൺസിലിംഗ് ത്രൂ. VCI കൗൺസിലിംഗ് ത്രൂ 15% പ്രൈവറ്റ് കോളേജിലുള്ള ഒരു കോട്ടയുണ്ട്. അതെ, 4 കോളേജുകളിലെ കുറച്ച് ഏതാനും സീറ്റുകൾ ഓൾമോസ്റ്റ് ഒരു എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 15% പ്രൈവറ്റ് കോളേജുകളിലെ സീറ്റും ഫില്ല് ചെയ്യുന്നത് VCI ആണ്. നോർത്ത് ഇന്ത്യയിലുള്ള 4 കോളേജ് അതിൻ്റെ അകത്തുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 1,30,000 ഒക്കെ റാങ്ക് വേണം കിട്ടണമെങ്കിൽ. അതായത് VCI കൗൺസിലിംഗ് ത്രൂ നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1,35,000 ഓൾ ഇന്ത്യ റാങ്ക് വരണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു മിക്ക എല്ലാ പ്രൈവറ്റ് കോളേജിലും പകുതി സീറ്റ് അവർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് സീറ്റായിട്ട് അല്ലേ? അവർ തന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയുടെ കൗൺസിലിംഗ് ത്രൂ ആണ് ഫില്ല് ചെയ്യുന്നത്, നീറ്റ് ബേസ്ഡ് ആയിട്ട്. അതായത് അവിടുത്തെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഉള്ള സർട്ടിഫിക്കേഷൻ കൗൺസിലിംഗ് നടത്തി അവർ ഫില്ല് ചെയ്യുന്നത്. അതെ. അതിൽ ഈ പ്രൈവറ്റ് VCI കൗൺസിലിംഗ് ഇല്ലാത്ത കോളേജ് ഇതിൻ്റെ അകത്തുണ്ട്. കാരണം റെക്കഗ്നൈസ്ഡ് ആകാത്ത എന്ന് പറഞ്ഞാൽ ന്യൂ കോളേജ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ 5 ഇയർ ആയ കോളേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആക്ച്വലി നിങ്ങൾക്ക് ഏറ്റവും അതിലാണെങ്കിൽ കൂടുതൽ സീറ്റ്സും പ്രൈവറ്റ് കോളേജിലെ കൂടുതൽ സീറ്റ്സും വരുന്നത് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ആക്ച്വലി. കാരണം 50% സീറ്റ്സ് ഉണ്ട്, 15% അല്ല 50% സീറ്റ്സ് വരുന്നുണ്ട് അതിൽ. അതെ. അപ്പോൾ നമ്മൾ ഈ ഓൾ ഇന്ത്യ ഗവൺമെൻറ് കോട്ട അങ്ങ് മാറ്റി വെച്ചാൽ പ്രൈവറ്റ് കോളേജുകളിൽ അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് സീറ്റ് എടുക്കാൻ. എയ്തർ നമുക്ക് VCI കൗൺസിലിംഗ് ത്രൂ എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാം. അതെ, അത് ഈ VCI കൗൺസിലിംഗ് ത്രൂ ഉള്ള 4 കോളേജും ബെറ്റർ ആണോന്നില്ല. നമ്മൾ അവിടെയാണ് നമുക്ക് ആ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ് പറയുന്ന ഫീസ് തന്നെയാണ് VCI കൗൺസിലിംഗ് ത്രൂ ആണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലും കോളേജുകൾ ചാർജ് ചെയ്യുന്നത്. അതെ. അതേസമയം ഒരു മാനേജ്മെൻറ്റ് സീറ്റ് ആകുമ്പോൾ നമുക്ക് ഏത് കോളേജാണോ ബെറ്റർ എന്ന് നോക്കി ഏറ്റവും പ്രീമിയം കോളേജ് നമുക്ക് ചൂസ് ചെയ്യാം. അതേസമയം VCI കൗൺസിലിംഗ് ആണെങ്കിൽ അത് നമുക്ക് അലോട്ട്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ മാർക്ക് ഓർഡറിൽ വെയിറ്റ് ചെയ്ത് ഏത് കോളേജ് ആയിരിക്കും എന്നുള്ള നമുക്ക് ഒരു പ്രത്യേകിച്ച് ഐഡിയ കാണത്തില്ല. അത് ഈ VCI കൗൺസിലിംഗ് ആകെ 4 കോളേജേ ഉള്ളൂ. അത് 4ഉം പ്രീമിയം ആണെന്ന് പറയാൻ പറ്റത്തില്ല. പേരെടുത്ത് പറയുന്നില്ല. അതിൻ്റെ അകത്ത് തീർത്തും മോശം കോളേജുകളുണ്ട്. ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത കോളേജും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതേസമയത്ത് മാനേജ്മെൻറ്റ് കോട്ടയിൽ ത്രൂ ഡീംഡിൻ്റെ കാര്യമല്ല പറയുന്നത്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിലുള്ള മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള കോളേജുകളിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള കോളേജ് നിങ്ങൾക്ക് ജസ്റ്റ് നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു എത്രയാണ് അവിടുത്തെ ഫീസ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തേക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 35 lakhs ആണ്. 35-36 lakhs ആണ് വരുന്നത്. ആ ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല, ആ പറഞ്ഞൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈവൻ പ്രൈവറ്റ് കോളേജുകളാണെങ്കിൽ പോലും നല്ല റാങ്ക് ഉണ്ടെങ്കിലാണ് VCI റാങ്ക് ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ലാസ്റ്റ് റൗണ്ടിലെങ്കിലും കിട്ടുന്നത് അല്ലേ? അതെ, ഇതാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് അവിടുത്തെ മാനേജ്മെൻറ്റ് കോട്ടയിലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് നിങ്ങൾക്ക് സീറ്റ്സ് എടുക്കാനും പറ്റും. ഈ പറഞ്ഞ ഫീസ് സെയിം ആയിരിക്കും. എനിക്ക് ഈ പറഞ്ഞ മലയാളി നോർത്ത് ഇന്ത്യ ആണ് എന്തായാലും. ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെറ്റർ കോളേജ് എടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളിയുടെ നമ്പറുള്ള കോളേജ് എടുക്കും. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മാനേജ്മെൻറ്റ് കോട്ടയിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ഇത് മെറിറ്റ് ഓർഡറിലാണ് ഫില്ല് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരുന്നുമില്ല. അതെ, അത് ചുരുക്കം പറഞ്ഞാൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും വെറ്ററിനറി അഡ്മിഷൻ പോസിബിൾ ആണ്. നമ്മളത് പ്രോപ്പർ വേയിലൂടെ പോവുക, നല്ല കോളേജുകൾ ചൂസ് ചെയ്യുക. അതെ, ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല കോളേജ് നോക്കിയിട്ട് പൊതുവേ മലയാളി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മലയാളി നമ്പറുള്ള കോളേജ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം മലയാളി ഫാക്കൽറ്റീസ്, ഫുഡ് ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മലയാളി നമ്പറുള്ള കോളേജിൽ തന്നെ നിങ്ങളുടെ ബാച്ചിൽ മിനിമം ഒരു 20 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, താങ്ക് യു.